ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നോമ്പുകാലമല്ലേ. ഈ നോമ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കോളിഫ്ലവർ ആണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളത്തിൽ വിനാഗിരിയും ഉപ്പും ചേർത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ 15 മിനിറ്റ് നേരം അതിലിട്ട് വെക്കണം. രണ്ട് മൂന്ന് തവണ നന്നായി കഴുകി വെള്ളം മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദ. ഇതെല്ലാം കൂടെ 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്യണം. ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് 2-3 സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഇനി ഒരു പാൻ വെച്ച് നമുക്ക് എണ്ണ ചൂടാക്കാം. ഇനി കോളിഫ്ലവർ ഇട്ട് വറുത്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറം കൂടെ മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് കീറിയിട്ട് കൂട്ടത്തിൽ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.